അല്ല ഷഹിദ്, ഈ ഉമ്മർ ഫൈസി മുക്ക ഇത് എന്ത് കണ്ടിട്ടാ? വൻ അടിയാണല്ലോ അടിച്ചിട്ടുള്ളത്. ലീഗിനെതിരെ ഗുരുതര ആരോപണം, അതും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരിച്ചു കൊണ്ട് പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഇന്ന് സ്ഥിതി അതല്ല. ഇപ്പോൾ CIC വിഷയം നിങ്ങൾക്കറിയാം. വാഫിയോഫിയ സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കണം. അത് നിന്നില്ല എന്ന് മാത്രമല്ല, അതിനെ വിരോധമായി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അല്ല, ഇത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് നടത്തുന്ന കുറച്ചു കാലങ്ങളായി നടക്കുന്നൊരു സംസാരമാണ്, ഒരു വിമർശനമാണിത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പറഞ്ഞതാണ് രാഷ്ട്രീയം. അത് തന്നെയാണ് പ്രശ്നം. ഇതിങ്ങനെ ഈ വിയോജിപ്പ് ഉള്ളിൽ വെച്ച് നിന്നൊരു കാര്യമില്ല. അതൊരു കറക്റ്റ് ടൈമിൽ അടിക്കണം. ആ കറക്റ്റ് ടൈമാണ് ഇപ്പം തെരഞ്ഞെടുപ്പ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ലീഗിനെ ലക്ഷ്യമിട്ട് പറഞ്ഞു തന്നെയാണ്. സമുദായം കണ്ടറിയും. അത് കണ്ടറിയുമെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള നേതാക്കളോ പാർട്ടിൻ്റെ ആൾക്കാരോ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന് സമസ്തനെ പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയിലെ കുറേ ആൾക്കാർ സഖാക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മറുമരുന്നാവില്ല. അല്ല, ഈ ഉമർ ഫൈസി പറഞ്ഞതിലും അവർക്ക് അവരുടേതായ കുറേ ന്യായങ്ങളുണ്ട്. കുറേ പുകില് നമ്മൾ കണ്ടതാണല്ലോ ലീഗും സമസ്തയും തമ്മിൽ. CIC പ്രശ്നം ഉണ്ടാകുന്നു, കാസി ഫൗണ്ടേഷൻ പ്രശ്നം ഉണ്ടായി, ഈ PMS സലാമിൻ്റെ പരാമർശം, ഏറ്റവും ഒടുവിൽ സുപ്രഭാതം കത്തിക്കൽ വരെ ഉണ്ടായല്ലോ. ആക്ഷേപങ്ങൾ അതിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയും. മറുപടി പറയുമ്പോൾ പല തകരാറുകളും പലർക്കും പലതും സംഭവിക്കും, പലതും പറ്റും, മനസ്സിലായി, പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ല, അതൊക്കെ CPM വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ സമസ്തക്കിടയിലുള്ള ഈ ലീഗ് വിരുദ്ധത വലിയതാണ് എന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ KS ഹംസേന അവരോട് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിക്ക് നിർത്തിയത്. തീർച്ചയായിട്ടും CPM-ൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അങ്ങനെ സമാധാനമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പുറത്തുള്ള ശാന്തത അകത്തില്ല. അകത്ത് ഭയങ്കര അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, അത് ശരിയാണ്. കാരണം എന്താ പറയുക, അവർ ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സമസ്ത. ടീം സംസ്ഥ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്തോ അവർ ഓൺലൈനിൽ ക്വിസ് മത്സരമൊക്കെ നടത്തി സ്ത്രീകളെ വോട്ടൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള ചില നമ്പറുകളൊക്കെ പ്രയോഗിച്ചാൽ നിങ്ങളുടെ എല്ലാം റിപ്പോർട്ട്. അതായത് അച്ഛൻ പത്തായത്തെ പോലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അതായത് പൊന്നാനിയിൽ ഹംസയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. അല്ല, അതെ, ഇതിലും ഭേദം ശരിക്കും ഹംസക്ക് വോട്ട് ചെയ്യണം നേരിട്ട് അങ്ങ് പറയുന്നതായിരുന്നു. പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. അതിൻ്റെ അപകടം മണത്തിട്ടാവണം അദ്ദേഹം എല്ലാ സ്ഥലത്തും ഓടിച്ചാടി നടന്ന് ബൂത്ത് കമ്മിറ്റി വിളിക്കുകയും പ്രചരണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ CPM-ൻ്റെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ് പൊന്നാനി, അല്ലേ? ഇത്തവണ അത് ഏതായാലും സംസ്ഥാനം വെച്ചിട്ടാണ് പരീക്ഷണം. അല്ല, പരീക്ഷണം എന്തായാലും സമസ്തക്ക് ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, ഉറപ്പാ. അതെ, നമ്മുടെ നാസർ ഫൈസി പറഞ്ഞ പ്രത്യാഘാതം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്ക് പണിയുണ്ടാവും. അതെ, നമ്മളൊന്ന് ഒരുങ്ങി നിൽക്കണം എന്നാണ് ചെയ്യുക.